വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5ാം ക്ലാസ്സിലെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ ബയോളജി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ച PSC ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ഭാഗങ്ങളും പ്രധാനപ്പെട്ട SCERT പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 50 സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ പരീക്ഷകളിൽ എല്ലാ പരീക്ഷകളിലും ആവർത്തിക്കുന്ന ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. കാരണം ഈ ക്ലാസ് ഇപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ അറിയാം, ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടുപരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. എല്ലാ പരീക്ഷ പേപ്പറിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാതിരിക്കില്ല കേട്ടോ. 50 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? എന്താണ്? യൂറോക്രോം ആണല്ലേ. യൂറോക്രോം ആണ് മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടുന്ന അവസ്ഥ തന്നെയാണ് വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത് അല്ലേ. വൃക്കയിലെ കല്ലെന്ന് വെച്ചാൽ എന്താണ്? കാൽസ്യം ലവണങ്ങൾ എവിടെയാണ്? വൃക്കയിലോ അല്ലെങ്കിൽ മൂത്രപഥത്തിലോ അടിഞ്ഞുകൂടുന്ന അവസ്ഥ തന്നെയാണ് വൃക്കയിലെ കല്ലെന്ന് പറയുന്നത്. ശരീരത്തിലുണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്ക് ഉണ്ടാകുന്ന വീക്കത്തെ എന്തെന്ന് പറയുന്നു? എന്താ പറയുക? ശരീരത്തിലുണ്ടാകുന്ന അണുബാധയോ അല്ലെങ്കിൽ വിഷബാധയോ മൂലം വൃക്കകൾക്ക് ഉണ്ടാകുന്ന വീക്കത്തെയാണ് നെഫ്രൈറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. നെഫ്രൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 3 പറഞ്ഞു അല്ലേ. അതായത് മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോക്രോം ആണ്. അല്ലെങ്കിൽ കാൽസ്യം ലവണങ്ങൾ വൃക്കയിൽ അല്ലെങ്കിൽ മൂത്രപഥത്തിലൊക്കെ കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്ന് പറയുന്നത് മൂത്രത്തിൽ കല്ലെന്ന് പറയുന്നത്. അതായത് വൃക്കയിലെ കല്ലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്ക് ഉണ്ടാകുന്ന വീക്കത്തെയാണ് എന്ന് പറയുന്നത് നെഫ്രൈറ്റീസ് എന്ന് പറയുന്നത്. 2 വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്നത് മൂലം യൂറിയയും മറ്റു വിസർജ്യ വസ്തുക്കളും അരിച്ചു മാറ്റപ്പെടാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥയാണ് യുറീമിയ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താ പറയുന്നത്, വൃക്കകൾ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യുറീമിയാണ്. 2 വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുകയാണ്. അതുമൂലം യൂറിയയും മറ്റു വിസർജ്യ വസ്തുക്കളൊന്നും അരിച്ചു മാറ്റപ്പെടുന്നില്ല. നമുക്കറിയാലേ വൃക്കയുടെ മുഖ്യ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അരിച്ചു മാറ്റലാണ്. അത് നടക്കാത്ത ഒരു അവസ്ഥ തന്നെയാണെന്ന് പറയുന്നത് യുറീമിയ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കൃത്രിമ വൃക്ക കണ്ടുപിടിച്ചത് ആരാണ്? ആദ്യമായിട്ട് കൃത്രിമ വൃക്ക രൂപീകരിച്ചത് ആരാണ്? വില്യം ജോഹാൻ കോൾഫ് ആണ്. വില്യം ജോഹാൻ കോൾഫ് ആണ് ആദ്യമായിട്ട് കൃത്രിമ വൃക്ക രൂപവൽക്കരിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? 2 വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രവർത്തനരഹിതമാകുകയാണെന്നുണ്ടെങ്കിൽ വൃക്കയിലോ അല്ലെങ്കിൽ ഇവർക്കില്ല യൂറിയയിലോ അല്ലെങ്കിൽ യൂറിയൻ അല്ലെങ്കിൽ മറ്റു വിസർജ്യ വസ്തുക്കൾ അരിച്ചു മാറ്റപ്പെടാത്ത അവസ്ഥയാണെന്ന് പറയുന്നത് യുറീമിയ എന്ന് പറയുന്നത് അല്ലേ. യുറീമിയ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കൃത്രിമ വൃക്ക രൂപവൽക്കരിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വില്യം ജോഹാൻ കോൾഫാണ്. ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ചോദിക്കാറുണ്ട് അല്ലേ. ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കുവാൻ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഡോക്ടർ ജോസഫ് ഇ മുറെയാണ്. ഡോക്ടർ ജോസഫ് ഇ മുറെയാണ് ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കുവാൻ വേണ്ടി ശസ്ത്രക്രിയ നടത്തിയത്. ആരാണ്? ഡോക്ടർ ജോസഫ് ഇ മുറെയാണ്. അപ്പോൾ ആദ്യമായിട്ട് കൃത്രിമ വൃക്ക രൂപവൽക്കരിച്ചത് വില്യം ജോഹാൻ കോൾഫാണ്. എന്നാൽ ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കുവാനായിട്ട് ശസ്ത്രക്രിയ നടത്തിയത് ആരാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ജോസഫ് ഇ മുറെയാണ്. ക്ലിയർ ആയല്ലോ. ഇനി ഡയാലിസിസ് ചെയ്യുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ക്വസ്റ്റ്യനൊക്കെ നോക്കി, ഈ ക്വസ്റ്റ്യനൊക്കെ കാണാനുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരിക്കില്ലേ. അപ്പോൾ നോക്കാം. ഡയാലിസിസ് ചെയ്യുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് സഹായിക്കുന്നത് ഉപയോഗിക്കുന്നത് എന്താണ്? ഹെപ്പാരിനാണല്ലേ. ഹെപ്പാരിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് അല്ലേ. ഓക്കെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? വൈറ്റമിൻ കെ ആണല്ലേ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നതാണ് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് എന്താണ്? കൊഴുപ്പ് ലയിക്കുന്നവയാണോ ജലത്തിൽ ലയിക്കുന്നവയാണോ? കൊഴുപ്പ് ലയിക്കുന്നവയാണ് അല്ലേ. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് കൊഴുപ്പ് ലയിക്കുന്നവയാണ്. ഫിലോക്കിനോൺ എന്നാണല്ലേ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ കെ ഏതിലൊക്കെയാണ്? കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിലൊക്കെയാണ് ഈ വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ക്ലാസ്സുകളിലും പറയുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വൈറ്റമിൻസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ പറയണ കാരണം നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു SCERT പാഠഭാഗം ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഇത് ചോദിക്കാറുണ്ടല്ലേ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? കരളാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നീ രോഗീനങ്ങൾ മൂലമുണ്ടാകുന്നത് എന്താണ്? അതായത് ബാക്ടീരിയ മൂലമാണോ വൈറസ് മൂലമാണോ ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്ന ഏത് മൂലമാണ്? ഏത് രോഗമാണ്? വൈറസ് രോഗമാണ് അല്ലേ. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിവ ഏത് രോഗമാണ്? വൈറസ് രോഗമാണ്. ഇനി കോശത്തിൻ്റെ ജനിതക വസ്തു ഏതാണ്? കോശത്തിൻ്റെ ജനിതക വസ്തു ഏതാണ്? DNA തന്മാത്രയാണ്. കോശത്തിൻ്റെ ജനിതക വസ്തു എന്ന് പറയുന്നത് എന്താണ്? DNA തന്മാത്രയാണ്. കോശവിഭജനത്തിന് നിയന്ത്രിക്കുന്നത് ആരാണ്? കോശവിഭജനത്തിന് നിയന്ത്രിക്കുന്നത് ഏതാണ്? DNA തന്മാത്രയിൽ ഏതാണ്? ജീനുകളാണ് കോശവിഭജനത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ കോശത്തിൻ്റെ ജനിതക വസ്തു എന്ന് പറയുന്നത് DNA തന്മാത്രയും കോശവിഭജനത്തെ നിയന്ത്രിക്കുന്നത് ജീനുകളുമാണ്. ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത്. റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്ക് കോശങ്ങളെ നിരീക്ഷിച്ചത് ഏത് വസ്തുവിലായിരുന്നു? ഏത് വസ്തു പ്രകാരമാണ് റോബർട്ട് ഹുക്ക് കോശങ്ങളെ നിരീക്ഷിച്ചത്? കോർക്ക് വെച്ചിട്ടാണല്ലേ. കോർക്ക് എന്ന് പറയുന്ന വസ്തുവിലാണ് റോബർട്ട് ഹുക്ക് കോശങ്ങളെ നിരീക്ഷിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. അദ്ദേഹം കോർക്ക് വെച്ചിട്ടാണ് നിരീക്ഷിച്ചത്? ഈ കോശങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. കോശത്തിൻ്റെ ന്യൂക്ലിയസിലെ മർമ്മം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MG സ്ലീഡൻ ആണ് 1838. അപ്പോൾ എന്താ പറയുന്നത്? ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MG സ്ലീഡനും, എന്നാൽ ജന്തു ശരീരം കോശ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനുമാണ്. തിയോഡർ ഷ്വാനാണ് ജന്തു ശരീരം കോശ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. തിയോഡർ ഷ്വാനാണ് 1839. അപ്പോൾ നമ്മൾ 3 ആൾക്കാരെ പറഞ്ഞു അല്ലേ. കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാന്ന് പറഞ്ഞു? റോബർട്ട് ബ്രൗൺ ആണ്. മർമ്മം കണ്ടെത്തിയെന്ന് പറഞ്ഞു. അതും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MG സ്ലീഡൻ ആണ് 1838. ജന്തു ശരീരം കോശ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ് 1839. പല്ലുകൾക്കിടയിലെ ആഹാരം അവശിഷ്ടങ്ങളുമായി ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ് ഏതാണ്? പല്ലുകൾക്കിടയിലെ ആഹാരം അവശിഷ്ടങ്ങളുമായി ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ. ലാക്റ്റിക് ആസിഡാണ് പല്ലുകൾക്കിടയിലെ ആഹാരം അവശിഷ്ടങ്ങളുമായി ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. കോശത്തിൽ മർമ്മം കാണപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? അത് ചോദിക്കാറുണ്ട് അല്ലേ. നമുക്കറിയാം, നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മർമ്മം ഉള്ളത്, അല്ലെങ്കിൽ യൂക്കേരിയോട്ട് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കോശത്തിൽ മർമ്മം കാണപ്പെടുന്ന ജീവികളെ യൂക്കേരിയോട്ടുകൾ എന്നാണ് പറയുന്നത്. അതായത് മർമ്മം കാണപ്പെടുന്ന ജീവികളെ യൂക്കേരിയോട്ടുകൾ എന്നും മർമ്മമില്ലാത്ത ജീവികളെ പ്രോക്കേരിയോട്ടുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ യൂക്കേരിയോട്ടുകൾക്ക് എക്സാമ്പിളാണ് ഈ അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയൊക്കെ എന്താണ്? യൂക്കേരിയോട്ടാണ്. അതായത് കോശത്തിൽ എന്തുണ്ട്? മർമ്മം ഉണ്ടായിരിക്കും. അപ്പോൾ കോശത്തിൽ മർമ്മം കാണപ്പെടുന്ന ജീവികളെയാണ് യൂക്കേരിയോട്ടുകൾ, അല്ലെങ്കിൽ അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയൊക്കെ എന്താണ്? ഈ യൂക്കേരിയോട്ടുകളാണ്. ഇത് ചോദിക്കാറുണ്ട് അല്ലേ. ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം ആണ് ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം എന്ന് പറയുന്നത്. കോശവിഭജനത്തിന് സഹായിക്കുന്നത് ഈ കോശത്തിലെ ഏത് ഭാഗമാണ്? സെൻട്രിയോളുകളാണ്. അതായത് ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് സെൻട്രോസോം. അതിലെ സെൻട്രിയോളുകളാണ് കോശവിഭജനത്തിനായിട്ട് സഹായിക്കുന്നത്. കോശത്തിനുള്ളിലെ അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഇതും ചോദിക്കാറുണ്ട് അല്ലേ. ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. കോശത്തിനുള്ളിലെ അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ആരാണ്? ലൈസോസൈം ആണ് കോശത്തിനുള്ളിലെ അന്യവസ്തുക്കളെ നശിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നത്. ലൈസോസോമാണ്. ഏത് കോശമായി മാറാൻ കഴിയുന്ന സവിശേഷ കോശങ്ങളാണ്? ഏതാണ് കോശമായിട്ട് മാറാൻ കഴിയുന്ന സവിശേഷ കോശങ്ങളെ പറയുന്ന പേരെന്താണ്? വിത്ത് കോശം അല്ലെങ്കിൽ മൂലകോശമാണ് എന്തായിട്ട് മാറുന്നത്? കോശമായിട്ട് മാറാനുള്ള ഒരു സവിശേഷ കോശമാണ് വിത്ത് കോശം അല്ലെങ്കിൽ മൂലകോശം. അപ്പോൾ കോശത്തിനുള്ളിലെ അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ലൈസോസോമാണ്. ഏത് കോശമായി മാറാൻ കഴിയുന്ന സവിശേഷ കോശങ്ങളാണ്? വിത്ത് കോശം അല്ലെങ്കിൽ മൂലകോശം. ഒരു കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടത്തെ പറയുന്നത് എന്താണ്? കലകളിലെ ടിഷ്യൂ എന്നാണ് പറയുന്നത്. ഒരു കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്.
ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല ഏതാണ്? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് യോജക കലയാണ് അല്ലേ, ബന്ധിപ്പിക്കുന്നതിലെ കണക്റ്റീവ് ടിഷ്യൂ ആണ്, യോജക കലയാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല എന്ന് പറയുന്നത്. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കല ഏതാണ്? പേരിൽ തന്നെ ഉണ്ടല്ലേ, ആവരണ കല. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കലയാണ് ആവരണ കല. എപ്പിത്തീലിയൻ ടിഷ്യൂ കൊണ്ടാണ്, എപ്പിത്തീലിയൻ ടിഷ്യൂ എന്നാണ് ഈ ആവരണ കല എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ കഴിയുന്ന കല ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവരണക്കലയാണ്. ശരീര പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല ഏതാണ് ചോദിക്കാറുണ്ട് അല്ലേ. ശരീര പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല ഏതാണ്? നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ എന്നല്ലേ പറയുന്നത്. നാഡീകലയാണ് ശരീര പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല. ചലനം സാധ്യമാക്കുന്ന കല ഏതാണ്? ചലനം സാധ്യമാക്കുന്ന കല പേശീകലയാണ് അല്ലേ, പേശീകലയാണ്. ചലനം സാധ്യമാക്കുന്ന കല പേശീകലയാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇവിടെ? എന്താണ് പറഞ്ഞത്? ഒരു കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യോജക കലയാണ്. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കല ഏതാണ്? ആവരണ കലയാണ് ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത്. ശരീരപ്രവർത്തകരെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയാണ് നാഡീകല. ചലനം സാധ്യമാക്കുന്ന കല ഏതാണ്? പേശീകലയാണ്. ചലനം സാധ്യമാക്കുന്ന കല പേശീകലയാണ്. ഇനി ത്വക്കിൽ രോഗാണുക്കൾക്ക് തുളച്ചു കയറാൻ കഴിയാതെ ദൃഢമായി മാറ്റുന്ന പ്രോട്ടീൻ ഏതാണ്? ഏത് പ്രോട്ടീനാണ് ത്വക്കിൽ രോഗാണുക്കൾക്ക് തുളച്ചു കയറാൻ കഴിയാതെ ദൃഢമായി മാറ്റുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? കെരാറ്റിനാണ്. കെരാറ്റിനാണ് ത്വക്കിൽ രോഗാണുക്കൾക്ക് തുളച്ചു കയറാൻ കഴിയാതെ ദൃഢമായിട്ട് മാറ്റുന്ന പ്രോട്ടീൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കെരാറ്റിനാണ്. ക്വസ്റ്റ്യൻ, ആഹാരത്തിൻ്റെ അന്നനാളയത്തിലുള്ള തരംഗ രൂപത്തിലുള്ള ചലനം ഏതാണ്? ഏത് ചലനമാണ് ആഹാരത്തിന് അന്നനാളയത്തിൽ ഇങ്ങനെ നമുക്കറിയാം അല്ലേ, ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരു ചലനത്തെയാണ് അല്ലേ, തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണെന്ന് പറയുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. പെരിസ്റ്റാൾസിസ് എന്ന് വെച്ചാൽ എന്താണ്? ആഹാരത്തിന് അന്നനാളത്തിലുള്ള തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണെന്ന് പറയുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് കണ്ടെത്തിയത് ആരാണ്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷിയാണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് കണ്ടെത്തിയത് ആരാണ്? റുഡോൾഫ് വിർഷിയാണ്. നെക്സ്റ്റ്, കോശസ്തരത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? കോശസ്തരത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? കോശദ്രവ്യം എന്നാണ്. കോശസ്തരത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗങ്ങളെ അറിയപ്പെടുന്നത് എന്താണ്? കോശദ്രവ്യം. ജീവന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? കോശമാണ് അല്ലേ. ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് എന്താണ്? കോശമാണ് ജീവന്റെ അടിസ്ഥാന ഘടകം. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശത്തിൻ്റെ ഘടകം ഏതാണ്? കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലകം എന്ന് പറയുന്നുണ്ടോ. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശത്തിൻ്റെ ഘടകമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക. കോശത്തിലെ പദാർത്ഥ സമാഹരണം നടത്തുന്നതിന് സഹായിക്കുന്ന ഘടകമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വെച്ചാൽ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശത്തിലെ പദാർത്ഥ സമാഹരണം നടത്തുന്നതിന് സഹായിക്കുന്നത് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇനി റൈബോസോമിന്റെ ധർമ്മം എന്താണ്? എന്താണ് റൈബോസോമിന്റെ ധർമ്മം? മാംസ്യ നിർമ്മാണമാണ് അല്ലേ. റൈബോസോമിന്റെ ധർമ്മമാണ് മാംസ്യ നിർമ്മാണം. വിസർജ്യ വസ്തുക്കൾ ശേഖരിക്കപ്പെടുന്ന കോശത്തിൻ്റെ ഘടകം ഏതാണ്? വിസർജ്യ വസ്തുക്കൾ ശേഖരിക്കപ്പെടുന്ന കോശത്തിൻ്റെ ഘടകം ഏതാണ്? ഫേനമാണ് വിസർജ്യ വസ്തുക്കൾ ശേഖരിക്കപ്പെടുന്ന കോശത്തിൻ്റെ ഭാഗം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേനമാണ്. ഫേനത്തെ ആവരണം ചെയ്യുന്ന സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലത്തെയാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഘടകം ഏതാണ്? ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏതാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശഘടകമാണ് ഗോൾഗി കോംപ്ലക്സ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഘടകമാണ് ഗോൾഗി കോംപ്ലക്സ്. കരൾ, തലച്ചോർ, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഘടകം ഏതാണ്? കരൾ, തലച്ചോർ, പേശികൾ എന്നിവയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശഘടകം മൈറ്റോകോൺട്രിയാണ്. കരൾ, തലച്ചോർ, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന കോശം മൈറ്റോകോൺട്രിയ. മർമ്മത്തിൽ ജീനുകൾ കാണപ്പെടുന്നത് അതിനെന്താ പറയുക? ക്രോമാറ്റിൻ ജാലിക എന്ന്. നമുക്കറിയാം കോശത്തിൽ ക്രോമാറ്റിൻ ജാലിക ഉണ്ട്. അതിൽ കോശത്തിലെ മർമ്മത്തിനുള്ളിലാണ് ഈ ക്രോമാറ്റിൻ ജാലിക സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജീനുകൾ കാണപ്പെടുന്നത് ഈ ക്രോമാറ്റിൻ ജാലികയിലാണ്. അപ്പോൾ മർമ്മത്തിൽ ജീനുകൾ കാണപ്പെടുന്നത് ക്രോമാറ്റിൻ ജാലികയിലാണ്.
കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികളെയാണ് പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, കോശത്തിൽ മർമ്മം ഉള്ളതാണെങ്കിൽ യൂകാരിയോട്ട് എന്ന് പറയും, മർമ്മമില്ല എന്നുണ്ടെങ്കിൽ എന്ന് പറയും, പ്രോകാരിയോട്ടുകൾ എന്ന് പറയും. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ചോദിക്കാറുണ്ട് കേട്ടോ. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. ലൈസോസൈമാണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം, ലൈസോസൈമാണ്. ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളെയാണ്. ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളെയാണ്. ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്ന് അറിയപ്പെടുന്നത്. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതാണ്? ഈസിനോഫിലാണ്. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളാണ് ഈസിനോഫിൽ. ഓക്കെ, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിനോഫിലാണ്. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ഈസിനോഫിലാണ് ചോദിക്കാറുണ്ട്. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ഈസിനോഫിലാണ്. അപ്പോൾ ഈസിനോഫിൽ നിനക്കാണ് സഹായിക്കുന്നത്? വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാണ്? ഈസിനോഫിലാണ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ചോദിക്കാറുണ്ട് കേട്ടോ. ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന രാസാഗ്നി ഏതാണ്? രാസാഗ്നി ത്രോംബോപ്ലാസ്റ്റിനാണ് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന രാസാഗ്നി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിനാണ്. എന്നാൽ പ്ലാസ്മ പ്രോട്ടീൻ ചോദിക്കുകയാണെങ്കിൽ ഫൈബ്രിനോജനാണ്. രാസാഗ്നി ചോദിക്കുകയാണെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിനാണ്. കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ കെ ആണ്. പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ശരീരത്തിന് അന്യമായ വസ്തുക്കളെ പറയുന്ന പേരെന്താണ്? ആൻറ്റിജൻ എന്നാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ശരീരത്തിന് അന്യമായ വസ്തുക്കളെയാണെന്ന് പറയുന്നത് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ആൻറ്റിജനുകൾക്കെതിരെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രാസഘടകമാണ് എന്തെന്ന് പറയുന്നത്? ആൻറ്റിബോഡി എന്ന് പറയുന്നത് കേട്ടോ. ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന രാസഘടകം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആൻറ്റിബോഡിനാണ്. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ വൈദ്യുതി തരംഗത്തെ രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണത്തെ എപ്പോഴും ചോദിക്കാറുണ്ട്. ECG ആണോ EEG ആണോ എന്നത് എപ്പോഴും കൺഫ്യൂഷനാണ്. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ വൈദ്യുതി തരംഗത്തെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ് കേട്ടോ. ഇലക്ട്രോ എൻസെഫലോഗ്രാം, അതായത് EEG ആണ് എന്ത് സഹായിക്കുന്നത്? ഈ മസ്തിഷ്കത്തിൻ്റെ വൈദ്യുതി തരംഗത്തെ രേഖപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്നത്. ഇനി അസ്ഥിമജ്ജയിൽ നിന്നും പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാക്കുന്നത് തടയുന്ന വൈറസ് ഏതാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഡെങ്കി വൈറസ് ആണ് കേട്ടോ. അസ്ഥിമജ്ജയിൽ നിന്ന് പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാക്കുന്നത് തടയുന്ന വൈറസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഡെങ്കി വൈറസ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.